നയതന്ത്ര വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നു ഹലോ മലയാളത്തിൽ. ശ്രീ നിർമ്മൽ എബ്രഹാം, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഈ വെടിനിർത്തൽ കരാറൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിർത്തികളൊക്കെ ശാന്തമാണ്. പക്ഷേ ഇന്നലത്തെ ഈ സൈനികരുടെ വാർത്താ സമ്മേളനം അത് പാകിസ്ഥാനൊരു ക്ലിയർ മെസ്സേജ് കൂടിയായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് ക്ലിയർ ആയിരുന്നു, ക്ലിനിക്കലായിരുന്നു എന്നൊക്കെ നമുക്ക് പറയുകയും ചെയ്യാം. ഇന്നിപ്പോൾ DGMO തല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ പ്രധാനമായും എന്തൊക്കെയാകും നമ്മുടെ രാജ്യം മുന്നോട്ട് വയ്ക്കുക ശ്രീ നിർമ്മൽ എബ്രഹാം ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോയിൽ നിന്ന്? കാരണം ഈ നേരത്തെ പോലെ തന്നെ ഒരു ചർച്ചയിൽ ഒരു കരാറിലേക്കൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം പാകിസ്ഥാൻ അത് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായി. DGMO തലത്തിൽ അത് പ്രതിഷേധമൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ചർച്ച എത്രത്തോളം നിർണായകമാണ്? വളരെ നിർണായകമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഈ പറയുന്ന TRF എന്ന് പറഞ്ഞ ഏജൻസിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടെററിസ്റ്റുകളെ കണ്ടുപിടിക്കാനുള്ള സഹായം അല്ലെങ്കിൽ കണ്ടുപിടിച്ച് തരിക എന്നുള്ള ഉത്തരവാദിത്തം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത് സീസ് ഫയർ ലംഘിച്ചാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിനെ കുറിച്ച് തീർച്ചയായിട്ടും പുട്ട് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിൽക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റലിജൻസും മറ്റു കാര്യങ്ങളും പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങണം. അവർ അവകാശപ്പെടുന്നത് TRFുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നും അതിന് യാതൊരു റൂട്ട്സും പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളതാണ്. സോ അങ്ങനെയെങ്കിൽ അവിടുന്ന് നമുക്ക് തരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഇന്റലിജൻസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സപ്പോർട്ടോ അവരെ കണ്ടുപിടിച്ച് തരാനുള്ള ഉത്തരവാദിത്വമോ ഒക്കെ ഇന്ത്യ തീർച്ചയായിട്ടും അവരുടെ മേൽ ബെസ്റ്റ് ഓപ്പോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിർമ്മൽ എബ്രഹാം, മറ്റൊന്ന് ഇപ്പോൾ ഇന്നലത്തെ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ ലക്ഷ്യം നിറവേറ്റിരിക്കുന്നു, ഭീകര കേന്ദ്രങ്ങളൊക്കെ തകർത്തിരിക്കുന്നു. പക്ഷേ ആ ഒബ്ജക്ട്സ്, ഇന്ത്യ എയിം ചെയ്ത ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഓപ്പറേഷൻ സിന്ധു ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അതായത് ഒരു സീസ് ഫയർ അത് ഇതുവരെയും ഒഫീഷ്യലി വന്നിട്ടില്ല. ഒരു ചെറുതായിട്ടൊരു രണ്ട് സൈന്യങ്ങളും തമ്മിൽ ഇനി വെടിവെക്കില്ല എന്നൊരു ധാരണ മാത്രമാണോ, അതോ ഒഫീഷ്യൽ സീസ് ഫയർ വന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം വേണം അങ്ങയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായി. മറ്റൊന്ന്, ഇന്നലത്തെ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അവർ ഈ ഓരോ ബൗണ്ടറീസും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളെയും പൊതുജനങ്ങളെയും ഒക്കെ മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു അണ്ടർലൈൻ ചെയ്ത് നമ്മൾ ഏതൊക്കെ ബോർഡർ ആണെന്നുള്ള കാര്യം. അതായത് ഇന്ത്യയുടെ ബോർഡറൊക്കെ വളരെ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുമ്പോൾ ഇനി ഈ ഭാഗത്തേക്ക് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ ഈ ബോർഡർ ഇന്ത്യയും കടക്കും എന്നൊരു ക്ലിയർ മെസ്സേജ് സൈന്യം പാകിസ്ഥാന് നൽകിയതായി വേണമോ നമ്മൾ ആ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? തീർച്ചയായും എനിക്കൊന്ന് ഇന്നത്തോടെ അത് ഒഫീഷ്യലൈസ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ടേംസും കണ്ടീഷൻസും പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഫീഷ്യലൈസ് ചെയ്യും സീസ് ഫയർ എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ സീസ് ഫയർ മുന്നോട്ട് പോയാലും പാകിസ്ഥാൻ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഹിസ്റ്ററി വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം 2010 മുതൽ 2019 വരെയുള്ള കണക്കുകൾ, ഇപ്പോൾ 2019 അറ്റാക്ക് വരെയുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോളിൽ നിരവധി തവണ സീസ് ഫയർ അഗ്രിമെന്റ് ഉണ്ടായിട്ടും അത് വയലേറ്റ് ചെയ്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതൊന്ന്. രണ്ട്, പാകിസ്ഥാനിന്റെ മുന്നിൽ ഇന്ത്യ മുന്നോട്ട് വെക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ഈ ഒരു സീസ് ഫയറിൽ നിങ്ങൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചൊരു അറ്റാക്ക് നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ നിങ്ങളുടെ അറ്റാക്കായിട്ട് കണക്കാക്കുമെന്ന് ഇന്ത്യ തീർച്ചയായിട്ടും പറയാൻ സാധ്യതയുണ്ട്. കാരണം ഇനി ഒരു അറ്റാക്ക് ഉണ്ടായ ഒരുപക്ഷെ പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്ന് ആയിരിക്കില്ല, ഒരുപക്ഷെ ഈ പറയുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദോ ലഷ്കർ ഇ തൈബയോ അല്ലെങ്കിൽ പുതിയതായിട്ട് രൂപപ്പെട്ട TRFോ അല്ലെങ്കിൽ പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് ഫ്രണ്ടോ ഒക്കെ ആയിരിക്കാം നടത്തുന്നത്. അതിനൊരു കാരണമായിട്ട് അവർ പറയാൻ പോകുന്നത് നിങ്ങൾ ടെറർ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തു, അവിടെ അവരുടെ തലവന്മാരെയും അനുയായികളെ നിങ്ങൾ കൊന്നു, അപ്പൊ നാച്ചുറലി അവിടെ തിരിച്ചൊരു അറ്റാക്ക് ഉണ്ടായത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാനെ പോകാൻ ഇന്ത്യ അനുവദിക്കാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പാകിസ്ഥാൻ നമ്മുടെ ടേംസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഒഫീഷ്യലൈസ് ചെയ്യും. പക്ഷെ അങ്ങനെ ഒഫീഷ്യലൈസ് ചെയ്താൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 100% വിശ്വാസമില്ല. കാരണം അവരുടെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പലതവണ ലൈൻ ഓഫ് കൺട്രോൾ അത് വയലേറ്റ് ചെയ്ത ചരിത്രം പാകിസ്ഥാനുണ്ട്.